കോഴിക്കോട് നഗരഹൃദയത്തിലെ കനോലി കനാൽ നവീകരണം കാത്തുകഴിയുകയാണ്. കനാൽ സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഒന്നാം ഘട്ട വികസന പ്രവൃത്തിക്കായി 73.21 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നവീകരണം നടന്നിട്ടില്ല. വിവിധയിടങ്ങളിൽ നിന്ന് എത്തുന്ന മലിനജലം കൊണ്ട് കനോലി കനാൽ നാശത്തിന്റെ വക്കിലുമാണ്. ഷാഹിദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാദി, ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നവീകരണം നടക്കാത്തത്? മാധു, പൂർണ്ണമായിട്ടും എല്ലായിടങ്ങളിലും നവീകരണം നടന്നിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. കുറച്ചിടങ്ങളിൽ, അതായത് ആളുകൾ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ചിലയിടങ്ങളിൽ നവീകരണം നടന്നിട്ടുണ്ട്. അതായത് സരോവരം ഭാഗത്ത് കൃത്യമായിട്ട് നവീകരണം നടന്നിട്ടുണ്ട്. കാരണം അത് ഒരു വിനോദസഞ്ചാര മേഖലയാണ്, അവിടെ ദിനംപ്രതി ആളുകൾ വരുന്നതാണ്. അതുകൊണ്ട് ആ ഭാഗം മാത്രം, മുഖം മാത്രം നന്നാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ഉൾഭാഗത്തേക്ക് പോകുന്ന സമയത്ത് വലിയ രീതിയിൽ മാലിന്യമുണ്ട്. ഒപ്പം തന്നെ ഈ പായലും ഇത്തരത്തിൽ ഈ കനോലി കനാലിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്നത് കനോലി കനാലിന്റെ മറ്റൊരു ഭാഗത്താണ്. നമ്മൾ അല്പസമയം മുൻപ് ഈ സരോവരത്തിന്റെ മുൻഭാഗത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവിടെ പൂർണ്ണമായിട്ടും ക്ലീൻ ആക്കി, അവിടുത്തെ മാലിന്യമൊക്കെ എടുത്തു മാറ്റി നല്ല ഭംഗിയാക്കി, നല്ല ശുചിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ മറ്റൊരു വശമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അതായത് ഒരു ഭാഗം വൃത്തിയാക്കി എന്നുള്ളത് ശരി തന്നെ, പക്ഷേ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത്. അല്പം മുമ്പ് ബാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഫണ്ടെല്ലാം തന്നെ ഇതിനെ അനുവദിച്ചതാണ്. പക്ഷേ ഫണ്ട് അനുവദിച്ചിട്ടും ഇതുവരെ വേണ്ട രീതിയിലുള്ള ഒരു നവീകരണം ഈ കനോലി കനാലിൽ മുഴുവനായിട്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് കനാൽ സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒന്നാം ഘട്ട വികസന പ്രവൃത്തിക്കായി 73.21 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ കിഫ്ബി ഫണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വലിയ രീതിയിൽ മാലിന്യം ഈ കനോലി കനാലിൽ പല ഇടങ്ങളിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ നിന്ന് ഉയരുന്ന കുമിളകളൊക്കെ തന്നെ കറുത്ത നിറത്തിലുള്ള കുമിളകളാണ്. വലിയ രീതിയിലുള്ള ദുർഗന്ധമുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലം കൂടിയാണ് വരുന്നത്. മഴ വരുന്ന സമയത്ത് ഈ വെള്ളം വലിയ രീതിയിൽ പൊന്തും. ഒപ്പം തന്നെ ഇതിലുള്ള ഈ പായലുകൾ, ഈ പാളകൾ, അതും വലിയ രീതിയിൽ പൊന്തും. അപ്പോൾ ഇതിലുള്ള ഈ മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യമുണ്ട്. കൂടാതെ ഈ പ്രദേശത്ത്, അതായത് ഇതിന്റെ ഇരുവശങ്ങളിലുമായിട്ട് നിരവധി കടകളുണ്ട്, നിരവധി സ്ഥാപനങ്ങളുണ്ട്. ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ അവർക്ക് ദുർഗന്ധം സഹിക്കവയ്യാതെ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു മൈതാനം പോലെ നമുക്ക് കാണാം. പക്ഷേ ഇത് മൈതാനമല്ല, മറിച്ച് ഇത് കനോലി കനാലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പല ഘട്ടങ്ങളിൽ ഇതിൽ കനോലി കനാൽ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് നിരവധി സംഘടനകൾ രംഗത്ത് വരികയും പലതവണ ഇതുമായി ബന്ധപ്പെട്ട് സമരമൊക്കെ തന്നെ നടന്നതാണ്. പക്ഷേ എന്നിട്ടും വേണ്ട വിധത്തിലുള്ള പരിഗണന ഈ കനോലി കനാലിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ജലഗതാഗതം വഴിയുള്ള ചരക്ക് നീക്കത്തിന് പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരു ഇടമാണ് ഈ കനോലി കനാൽ. ആ കനോലി കനാലാണ് ഇപ്പോൾ നാശത്തിന്റെ വക്കിലായി നിൽക്കുന്നത്. പക്ഷേ മറ്റൊന്ന് നമ്മൾ എടുത്തു പറയണം, അതായത് നമ്മൾ ഈ കോവിഡ്, നിപ്പ കാലമൊക്കെ ഒന്ന് ഓർക്കണം. ആ സമയത്ത് ഈ കനോലി കനാലിന്റെ മറ്റൊരു മുഖം കണ്ട ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം വളരെ തെളിനീരായി ഒഴുകുന്ന, ഒരു തരത്തിലുമുള്ള മാലിന്യമില്ലാത്ത, നമുക്ക് നോക്കിയാൽ താഴേക്ക് കാണാൻ പറ്റും, അത്ര ക്ലീനായി നിന്ന ഒരു ഇടമാണ്. ആ ഇടം ഈ രീതിയിലായി. അപ്പോൾ രണ്ട് രീതിയിലും സ്ഥലം മാറി മറിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒന്ന് മനുഷ്യരുടെ നിലപാട് കൂടി അതിനെ ആശ്രയിച്ചിരിക്കും ഷാഹിദ്. അത് നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ തികഞ്ഞ പരാജയമാണെന്ന് സമ്മതിക്കുക മാത്രമേ വഴിയുള്ളൂ. എം പി രാജേഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ച ഫേസ്ബുക്ക് പേജ് കുറിപ്പിന്റെ ഏറ്റവും അവസാനം പറയുന്നത് ഇതിപ്പോൾ വൃത്തിയാക്കി നൽകിയിരിക്കുന്നു. ഇനി തെളിനീരൊഴുകുന്ന ഒരു ആമേഴഞ്ചാൻ തോട് ഉണ്ടാക്കാൻ നമ്മുടെ കോർപ്പറേഷന് കഴിയട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ കാഴ്ചകൾ കുറച്ച് മുമ്പ് ടി വി പ്രസാദും സാന്ത്വന സജുവും നമ്മളെ കാണിച്ചു തന്നു എങ്ങനെയാണ് നമ്മളൊരു നല്ല സംവിധാനത്തോട്, നല്ല സംരംഭത്തോട് പ്രതിപ്രവർത്തിക്കുന്നത് എന്നത്. മോശമാണത്.